ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഇതാ കുളിച്ച് മാറ്റി അരിയിൽ എഴുതിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പൂ വാങ്ങാനൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും തലയിൽ വെക്കാൻ മുല്ലപ്പൂവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ താലത്തിൽ ഇങ്ങനെ പൂവും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വഴിയാണ്. അങ്ങനെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച ഒരു പശുവിനും പശുക്കുട്ടീനും നടക്കിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അത് ദേവിക്ക് കണി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. എന്താ കറക്റ്റ് എന്നുള്ളത് എനിക്കറിയില്ല, അവിടെ നിന്ന് ആരോ പറയുന്നത് കേട്ടതാണ്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പേ പുറത്തുള്ള ഈ അമ്പലങ്ങളൊക്കെ തൊഴുതിട്ട് വേണം കേട്ടോ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. തൊഴുതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അരിയിൽ എഴുതാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഞങ്ങൾ മാത്രമേ ആ സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. ആൾ നല്ല ഉഷാറായിട്ട് അരിയിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ കാര്യം ഒരു മുടക്കമില്ലാതെ സമാധാനത്തോടെ ചെയ്യാൻ പറ്റിയില്ല. എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചായ കുടിക്കാൻ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ അടിപൊളി സൺറൈസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നിന്നിട്ട് കാണുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. ആ മലേൻ്റെ ഉള്ളിൽ നിന്ന് സൂര്യൻ മെല്ലെ മെല്ലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് അത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം അത് നോക്കി നിന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ എല്ലാവരും. കുറച്ച് പേര് പൂരി, കുറച്ച് പേര് നെയ് റോസ്റ്റ്, വട അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ആൾക്ക് പൂരി മതി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മച്ചൻ്റെ കൂടെ പൂരി കഴിക്കുന്നുണ്ട് കേട്ടോ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റിയിട്ട് പിന്നെ പോകുന്നത് കുടച്ചാർജയിലേക്കാണ് കേട്ടോ. ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ സ്ഥലത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോകണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ജീപ്പിലൊക്കെ കയറി അങ്ങനെ കുറച്ചങ്ങോട്ട് പോയ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞ് ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിലോ വെള്ളം എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിക്കോ, കുറച്ച് അങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ പിന്നെ കടയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോയിട്ടോ. കുറച്ച് വെള്ളമൊക്കെ വാങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് ഓഫ് റോഡ് ഇരുന്നു കേട്ടോ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡ്വഞ്ചറിങ് ആണ്. ഡ്രൈവേഴ്സിന് അതിലെ ആ ജീപ്പ് ഓടിച്ച് പോകുന്ന അവരെ ഞാൻ സമ്മതിച്ചു കേട്ടോ. പിന്നെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തേരെ തുടങ്ങിയ ചിരിയാണ് കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മഴയുള്ള സമയത്ത് അവിടെ ആൾക്കാർ വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ അഡ്വഞ്ചറിങ് ആയിരിക്കും എന്നാണ് കേട്ടോ ആ ഡ്രൈവർ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നല്ല പേടിയും ഉണ്ടായിരുന്നു കേട്ടോ. ആ ജീപ്പിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഓഫ് റോഡിൽ ഞങ്ങൾ ആ ജീപ്പിൽ പിടിച്ചിരുന്നത് എന്ന് കേട്ടോ. കണ്ടിന്യൂസ്ലി ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടും ചിരി നിന്നിട്ടില്ല. എൻ്റെ അച്ഛനൊക്കെ ഇല്ല എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഞങ്ങൾ നിർബന്ധിച്ച് കൂട്ടി കൊണ്ടുപോയതാണ്. ഇനി അങ്ങോട്ട് നമ്മൾ നടക്കണം കേട്ടോ. അതിൻ്റെ താഴെ 2 അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ കയറി തൊഴുത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കയറാൻ തുടങ്ങുന്നത്. ജീപ്പിലിരുന്നതിനേക്കാൾ കഷ്ടമായിരുന്നു കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. കുറച്ച് വെയിലൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. ഞങ്ങൾ കയറിയ സമയത്ത് കുറച്ചൊക്കെ വെയിൽ കിട്ടിയെങ്കിലും അധികം കോട കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര രീതിയിൽ ആ വെയിലിൻ്റെ ചൂടും കാര്യങ്ങളും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പ്ലാസ്റ്റിക് കുപ്പിയോ പ്ലാസ്റ്റിക് കവറോ കയറ്റുന്നതിന് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അവർ നമ്മളടുത്ത് ചോദിക്കും കേട്ടോ എത്ര പ്ലാസ്റ്റിക് കുപ്പി ഉണ്ട്, എത്ര കവർ ഉണ്ടെന്ന്. അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള കുപ്പീൻ്റെ എണ്ണം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിനുള്ളൊരു എമൗണ്ട് അവർ പറയും. അത് അവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കണം. തിരിച്ച് വരുമ്പോൾ അതേ നമ്പർ കുപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടുള്ളൂ കേട്ടോ. ഇത്രയും ദൂരം പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു ഇനി കുറച്ചും കൂടിയുള്ളൂ കയറാൻ വേണ്ടിയിട്ടെന്ന്. പക്ഷേ അവിടുന്ന് തിരിച്ച് വരുന്ന ആൾക്കാരാണ് കേട്ടോ പറഞ്ഞത് ഇനി അങ്ങോട്ട് കുറേ കയറാനുണ്ട്, ഇതിൻ്റെ ഇരട്ടി കയറാനുണ്ട് എന്നുള്ളത്. പിന്നെ കുറച്ച് നേരം നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ നടക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മളവിടെ താഴെ ഇറക്കി തരുമ്പം ഡ്രൈവർ ആദ്യം പറയും 1 മണിക്കൂർ സമയമുണ്ട്, അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റിംഗ് ചാർജ് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ആ 1 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് കയറിയിട്ട് തിരിച്ചിറങ്ങണം കേട്ടോ. ഒരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് കുറച്ചൊക്കെ നടന്നു. ഞങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല കയറ്റം കയറുന്ന സമയത്ത്. എടുക്കാമെന്ന് പറഞ്ഞിട്ടും അവൻ കുറച്ച് നടന്നു കേട്ടോ. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അവൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് അത്ര ദൂരം പോയി അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയതും. നടന്ന് കയറാൻ ഒരുപാടുണ്ടെങ്കിലും അതിൻ്റെ ഒരു സ്ട്രഗ്ലിങ് ഞങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ കോട അങ്ങനെ നീങ്ങുന്നത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് നടന്നിട്ട് അവസാനം ആ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾ കയറുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് തൊഴുതു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്ന് അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ് എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അൻവിത അവിടെ എത്തിയ പാടെ തന്നെ അമ്മ തൊഴുന്നത് കണ്ടിട്ട് അതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അവനാരും പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ല, അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് അതേപോലെ ചെയ്യുന്നതാണ് കേട്ടോ.
ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ കണ്ടറിഞ്ഞ് അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്തപ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അല്ലെങ്കിലും ചെറിയ മക്കൾക്ക് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് അത് ക്യാച്ചാവും കേട്ടോ. അതേപോലെയാണ് കേട്ടോ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കാരണം 1 മണിക്കൂർ സമയമുള്ളൂ, കയറി അത്ര ദൂരെ തന്നെ തിരിച്ചിറങ്ങാനുണ്ട്. അതുകൊണ്ട് അധികം ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇതൊന്നും എപ്പോഴും നടക്കുന്ന കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ എത്താൻ പറ്റിയത് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കണ്ടതാട്ടോ ഇതിനെ. എന്തായാലും ഞങ്ങൾ 1 മണിക്കൂർ കറക്റ്റ് ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.